തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ വീഡിയോ ഇടാൻ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സമയത്തിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം ഞാൻ എൻ്റെ ചാനൽ ശരിക്കും എനിക്കൊരു മുമ്പേ ഒരു ചാനൽ ഉണ്ടായിരുന്നതാണ്. അതെൻ്റെ അറിവില്ലായ്മ കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ്. അത് ഞാൻ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോ ഇടുക, എങ്ങനെയാണ് എനിക്ക് ആകെ അറിയുന്ന ഒരു കാര്യം ഇൻഷൂട്ടിൽ പോയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യലും വോയിസ് ഓവർ കൊടുക്കലാണ്. അങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുത്തും കണ്ട് രാവിലെ വീഡിയോ ഇട്ട സമയമുണ്ട്, ഉച്ചയ്ക്ക് വീഡിയോ ഇട്ട സമയമുണ്ട്, രാത്രി 12 മണിക്ക് വരെ വീഡിയോ ഇട്ട സമയമുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്കൊരു ചെറിയ മോളാണുള്ളത്. അപ്പോൾ എൻ്റെ പണിയും കഴിയണം, എൻ്റെ മോൾ ഉറങ്ങും വേണം. അങ്ങനെ 2 സമയം നോക്കിയിട്ട് എനിക്ക് ഈ ഫോണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ രാത്രി 12 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ 12 മണിക്ക് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം വീഡിയോ ഇടാൻ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സമയമേ എൻ്റെ അനുഭവത്തിലില്ല. എൻ്റെ ഈ ചാനലിൽ റീച്ച് അധികം കുറവാണ്. എൻ്റെ നഷ്ടപ്പെട്ടു പോയ ചാനൽ ഞാൻ വീഡിയോ ഇടുമ്പോഴേക്ക് 1 മണിക്കൂറിനുള്ളിൽ 1K വ്യൂസ് വരെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ടോപ്പിൽ നിൽക്കുന്ന വീഡിയോ ഏതാണെന്ന് ചോദിച്ചാൽ 25K വ്യൂസ്. വെറുതെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാൻ ഇട്ടിട്ടുണ്ട്. 25 ഇതൊരു കള്ളമോ ഒന്നുമില്ല കേട്ടോ. 25K വ്യൂസ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്കറിയില്ലാത്ത ചില കാരണങ്ങൾ കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ ചാനൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ അനുഭവം കൊണ്ട് പറയുകയാണെങ്കിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു സമയത്തിൻ്റെ ആവശ്യമേ ഇല്ല. പിന്നെ തമ്പലൈൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആകെ അറിയാവുന്ന ചാനൽ എൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ട പോയ ചാനൽ എനിക്ക് ആകെ അറിയാവുന്ന കാര്യം ഇൻഷോട്ട് പോയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുക, വോയിസ് ഓവർ കൊടുക്കുക. അത് 2 കാര്യം എന്നല്ലാതെ തമ്പലൈൻ്റെ കാര്യമേ എനിക്കറിയില്ലായിരുന്നു. അത് ഞാൻ കുറേ വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ തലയിലേക്ക് അതെങ്ങനെയാണ് തമ്പലൈൻ ഇടുക എന്നുള്ളത് കാര്യം മാത്രം എനിക്കറിയില്ല. ഇപ്പോഴും ഞാനത് പഠിച്ചു വരുന്നതേ ഉള്ളൂ, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നമുക്കൊരു സമയം നല്ലതാണെങ്കിൽ നമ്മുടെ വീഡിയോ റീച്ചാവും. എത്രയോ പേര് നല്ല തമ്പലൈൻ ഇട്ട് നല്ല റീച്ച് ആവുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ആവശ്യമുണ്ട്, നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുഭവം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എൻ്റെ പഴയ ചാനലാണ് കേട്ടോ. പക്ഷേ സമയം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സമയം എന്ന് പറയുന്നത് യൂട്യൂബിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. തമ്പലൈൻ ഇട്ടിട്ട് റീച്ചാവുന്ന ഒത്തിരി ചാനലുകളുണ്ട്. ഇന്ന് ഞാൻ യൂട്യൂബ് വീഡിയോസ് സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചാനലിലുണ്ട് വ്യൂസ് 1.6 ലാക്ക്. അപ്പോൾ അതിലൊരു തമ്പലൈൻ ഒന്നുമില്ല, അത് വീഡിയോ ഇട്ട് അതിൻ്റെ ചോട എഴുതിയിട്ടുണ്ട്. ഇത്രയും രുചികരമായി ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ മുമ്പേ ചെയ്യാമായിരുന്നു. അങ്ങനെ എന്താണ് അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തത്, തമ്പലൈൻ അല്ല കേട്ടോ. അത് ഞാൻ നോക്കിയപ്പോൾ 1.6 ലാക്ക് വ്യൂസ് ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ആഡംബരങ്ങളൊന്നുമില്ല, തമ്പലൈൻ ഒന്നുമില്ലാതെ ഇത്രയും വ്യൂസ് എങ്ങനെ കിട്ടിയെന്ന് നോക്കുമ്പോൾ നല്ല വീഡിയോ ആയിരുന്നു അത്. അതുകൊണ്ടായിരിക്കാം അതെത്ര റീച്ച് ആയതെന്ന് എനിക്ക് തോന്നുന്നു.